മലയാളികൾക്ക് ഒരുപിടി മികച്ച സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് എം മോഹനൻ. ഏറ്റവും പുതിയ ചിത്രമായ ഒരു ജാതി ജാതകം പ്രദർശനം തുടരുകയാണ്. ആദ്യ ചിത്രമായ കഥ പറയുമ്പോൾ ആ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാകാൻ മോഹന് സാധിച്ചിരുന്നു. ഫീൽഡ് യോണറിൽ ഒരുക്കിയ ചിത്രം തമിഴിലും ഹിന്ദിയിലേക്കും റീമേക്ക് ചെയ്യപ്പെടുകയും ചെയ്തു. കഥ പറയുമ്പോൾ വലിയ വിജയത്തിനു ശേഷം മമ്മൂട്ടിയെ വിളിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണ് എം മോഹനൻ. എല്ലായിടത്തു നിന്നും ഗംഭീര അഭിപ്രായമാണ് കഥ പറയുമ്പോളിന് ലഭിച്ചത്. പലരും വിളിച്ചു. പടം സൂപ്പർ ഹിറ്റായി. സന്തോഷം അറിയിക്കാനായി ഞാൻ മമ്മൂക്കയെ വിളിച്ചു. ഫോണിൽ കിട്ടിയില്ല. 3 ദിവസം കഴിഞ്ഞ് ജോർജേട്ടൻ വിളിച്ചു. മോഹന, നീ മമ്മൂക്കയെ വിളിച്ചില്ലേ? പലവട്ടം വിളിച്ചിട്ടും കിട്ടിയില്ലെന്ന് ഞാൻ മറുപടി പറഞ്ഞു. നീ വിളിക്കാത്തതിനാൽ മമ്മൂക്ക ദേഷ്യത്തിലാണ്. അദ്ദേഹം മമ്മൂക്കയ്ക്ക് ഫോൺ കൈമാറി. പടം ഹിറ്റായപ്പോൾ നമ്മളെല്ലാം മറന്നോ എന്നായിരുന്നു മമ്മൂക്കയുടെ ആദ്യ ചോദ്യം. ചെറിയ പേടിയോടെയും സംഭവം ഞാൻ പറഞ്ഞപ്പോൾ മമ്മൂക്കയും ഓക്കെയായി. സിനിമ നന്നായിട്ടുണ്ടെന്നും സന്തോഷമാണെന്നും പറഞ്ഞു. പിന്നീട് എന്റെ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അദ്ദേഹം വിളിച്ച് അഭിപ്രായം പറയാറുണ്ട്. കഥ പറയുമ്പോൾ നിറഞ്ഞ സദസ്സിൽ 100 ദിവസം പ്രദർശിപ്പിച്ചു. കൊച്ചിയിൽ വെച്ച് വൻ വിജയാഘോഷം നടത്തി. ജനപ്രീതിയും കലാമൂല്യമുള്ള ചിത്രത്തിനുള്ള 2017 സംസ്ഥാന പുരസ്കാരം ചിത്രം സ്വന്തമാക്കി. പിന്നീട് കുശേലൻ എന്ന പേരിൽ തമിഴിലും ബില്ലു എന്ന പേരിൽ ഹിന്ദിയിലും പടം റീമേക്ക് ചെയ്യപ്പെട്ടു. രജനീകാന്തും ഷാരൂഖ് ഖാനുമായിരുന്നു റീമേക്കുകളിൽ അഭിനയിച്ചത്. എം മോഹനൻ പറഞ്ഞു.